രണ്ട് ടൈല് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 2 mm 3 mm ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൗട്ട് വെച്ചാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് സ്പേസർ ജോയിന്റാ. ഇത് കൂടാണ്ട് പണ്ട് വന്നുകൊണ്ടിരുന്ന പേപ്പർ ജോയിന്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ 2 ടൈലും കൂടെ ചേർത്ത് വെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, ഇങ്ങനെ ഒരു കട്ട് ഇവിടെ വരില്ല. ഓക്കെ, ചിലതിന് അങ്ങനെ ഇടുന്നതാണ് ഭംഗി. നല്ല വില കൊടുത്ത് നല്ല ടൈലും നല്ല വില കൊടുത്ത് നല്ല പണിക്കാരനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേപ്പർ ജോയിന്റിന് പോകുന്നതിൽ തരക്കേടില്ല. എന്ന് വെച്ചാൽ ഗ്യാപ്പ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 2 കാര്യങ്ങൾ, നല്ല പണിക്കാരനും നല്ല ടൈലും. അത്രയും നല്ലപോലെ ക്ലിയർ എഡ്ജസ് അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് കാണപ്പെടും. സ്പേസർ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ് ചെയ്യപ്പെടും. അങ്ങനെ ഒന്നും ഒരിക്കലും ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പണിക്കാരനും ഭയങ്കരമായ ഒരു റോളാണ് പ്ലേ ചെയ്യാനുള്ളത്. പേപ്പർ ജോയിന്റ് വെക്കുമ്പോൾ എസ്പെഷ്യലി ടൈലിന്റെ പുറയിൽ കംപ്ലീറ്റ്ലി അതിന്റെ ചാന്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ജോയിന്റ് ആയിരിക്കെ എല്ലായിടത്തും ടൈലിൽ ഈ ചാന്ത് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ചെറിയ ഒരു എയർ ഗ്യാപ്പ് പോലെ ഒരു എയർ ബബിൾ അവിടെ ഫോം ചെയ്യും. ഇതിന്റെ മൂവ്മെന്റ്സും ടെമ്പറേച്ചർ മൂലമുള്ള പല കാരണങ്ങളും കാരണം പ്രഷർ റിലീസ് ചെയ്ത് ടൈല് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസർ ജോയിന്റ് 2 mm അല്ലെങ്കിൽ 3 mm സ്പേസർ ജോയിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ഓപ്ഷനാണ്. മനസ്സിലായി. ഓക്കെ, മറ്റത് പേപ്പർ ജോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് കൂടിയൊരു സംഭവമാണ്.